സിറ്റിംഗ് പ്രധാനമന്ത്രിമാരുടെ ഭൂരിപക്ഷ ശതമാനത്തിൽ നരേന്ദ്രമോദി ഏറെ പിന്നിലാണെന്ന് കണക്കുകൾ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇന്ദിരാഗാന്ധി ഉൾപ്പെടുന്ന പട്ടികയിലാണ് മോദി ഇടം പിടിച്ചിരിക്കുന്നത്. വാരാണസിയിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള പ്രതിപത്തി കുറഞ്ഞുവെന്ന് തെളിയിക്കുന്നതായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സിറ്റിംഗ് പ്രധാനമന്ത്രിമാരുടെ ഭൂരിപക്ഷ ശതമാനം താരതമ്യം ചെയ്യുമ്പോഴാണ് നരേന്ദ്രമോദി പിന്നിലേക്ക് പിന്തള്ളപ്പെടുന്നത്. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം കണക്കാക്കുമ്പോൾ മോദിയുടെ ഇത്തവണത്തെ ഭൂരിപക്ഷം വളരെ പിന്നിലാവുന്നു. ഇന്ത്യൻ മുന്നണി സ്ഥാനാർത്ഥിയും UP കോൺഗ്രസ് അധ്യക്ഷനുമായ അജയ് റായിയെ പരാജയപ്പെടുത്തിയാണ് വാരാണസിയിൽ നരേന്ദ്രമോദി വിജയിച്ചത്. തോൽവി സംഭവിച്ചപ്പോഴും അജയ് റായ് താൻ നേടിയത് ധാർമ്മിക വിജയമാണെന്ന് പറഞ്ഞു. 13.49% മോദിയുടെ ഭൂരിപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വാരണാസി മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും മോദിക്ക് വോട്ട് കുറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ചതും OBC SC വോട്ടുകളിലെ വലിയ വിഭാഗം കോൺഗ്രസ് SP സഖ്യത്തിന് അനുകൂലമായതും ഇതിന് കാരണമായി. മോദി രാജ്യത്താകെ നടന്ന് വർഗീയത വിളംബരം നടത്തിയപ്പോഴും മതപരമായി ഹൈന്ദവ വിഭാഗത്തിന് ഏറെ ബന്ധമുള്ള വാരണാസിയിൽ പ്രബുദ്ധരായ ജനങ്ങൾ പതിയെ മോദിയോട് മുഖം തിരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇന്ദിരാഗാന്ധിയാണ് ഈ പട്ടികയിൽ ഏറ്റവും പിന്നിലായുള്ളത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ സോഷ്യലിസ്റ്റ് നേതാവ് രാജ് നാരായണനോട് ഇന്ദിരാഗാന്ധി തോറ്റത് 36.89% വോട്ട് വാങ്ങിയായിരുന്നു. PJ അരുൺ, കൈരളി ന്യൂസ്.